2026 കേരള അസംബ്ലി ഇലക്ഷൻ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും പുറത്തു വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, 2-3 വീഡിയോയിൽ പറയുന്നുണ്ട്, കേരളത്തിലുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ് ആയിരിക്കും, സുനാമി പോലെ ആയിരിക്കും, അത് 100 സീറ്റിന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല, CPM-നെ അല്ല, പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടി ലീഡേഴ്സായ MA ഗോവിന്ദൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള കക്ഷികളെയാണ്. കാരണം വല്ലാത്ത ധാർഷ്ട്യവും അഹങ്കാരവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് ഓപ്പണായിട്ടാണ് ത്രെട്ട് ചെയ്തത്. അതാണിത്. ഇത്രമാത്രം ഒരു ലാൻഡ് സ്ലൈഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പല ജില്ലകളിലും CPM-ൻ്റെ കോട്ടകളായിരുന്ന പല ജില്ലകളും അവിടുന്ന് ഈ പാർട്ടി വൈപ്പ് ഔട്ട് ചെയ്തു പോയി. ഈ കണ്ണൂരൊക്കെ എന്താ സംഭവിച്ചേ? പയ്യന്നൂര്, തളിപ്പറമ്പ്, അതേപോലെ തന്നെ മറ്റു തൃക്കരിപ്പൂർ, അങ്ങനെ പല സീറ്റുകളിലൊക്കെ, പേരാമ്പ്ര, കോഴിക്കോട്, ആ ഭാഗം വൈപ്പ് ഔട്ട് ചെയ്തങ്ങ് പോയി പാർട്ടി. ഇനി ആൾക്കാർ ജയിച്ചതോ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ചെറിയ ഭൂരിപക്ഷത്തിനാണ്. അപ്പുറത്ത് UDF-ൻ്റെ കാൻഡിഡേറ്റ്സ് ഒക്കെ ജയിച്ചേക്കുന്ന അതിൻ്റെ ഭൂരിപക്ഷം നിങ്ങൾ നോക്ക്. ഇതാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതാണ് വലിയ സുനാമിയാണ് കേരളത്തിൽ കയറി അടിച്ചത്. പല ആൾക്കാരും പറഞ്ഞു അത് 65, അത് തൂക്ക് മന്ത്രിസഭയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, കുന്തമായിരിക്കും, കുടച്ചക്രമായിരിക്കും. പക്ഷെ ഈ പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ പിണറായി വിജയന് വോട്ട് ചെയ്ത കേരളത്തിലെ പല ആൾക്കാരും, അതായത് പല കോൺഗ്രസ് അനുഭാവികളുണ്ട്, മറ്റുള്ളവരുണ്ട്, BJP അനുഭാവികളുണ്ട്, അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. കാരണം ഇപ്രാവശ്യം അവർക്ക് പിണറായി വിജയനെ തോൽപ്പിക്കണം, ഒറ്റ അജണ്ടയേ ഉള്ളൂ, വേറെ അജണ്ടയില്ല. അതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കാറ്റ് കയറി ആഞ്ഞടിച്ചത്. അതിനകത്ത് BJP കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ വെച്ച സ്റ്റുപ്പിഡിറ്റിയാണ് കാണിച്ചത്. അങ്ങനൊരു തരംഗം കേരളത്തിൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ അവരൊരു കാരണവശാലും ചില കോർ ഇഷ്യൂ ഉണ്ട്, ശബരിമല, മറ്റുള്ള കോർ ഇഷ്യൂ ഉണ്ട്, ചില കാൻഡിഡേറ്റ്സിനെ കൊടുക്കുക, ചക്ക, മാങ്ങ, ഇതേപോലെ 2020, ഇതൊക്കെ ഡിസാസ്റ്റർ ബേസിക്കലി ഉണ്ടായത്. എങ്ങനെയായാലും BJPക്ക് ഒരു നല്ലൊരു കോണ്ടസ്റ്റ് നടത്തുവാണെങ്കിൽ അവർക്കൊരു 8, 9, 10 സീറ്റുകൾ ജയിക്കായിരുന്നു. ഇപ്പം എന്താ ഉണ്ടായത്? ചാത്തന്നൂര് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അയാൾ ആദ്യകാലത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ്, പിന്നെ SNDPയുടെ ഭാരവാഹിയാണ്, ജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ചാത്തന്നൂര് ഒരു വലിയ രീതിയിൽ ഏകദേശം കൺവിൻസിങ് വിക്ടറിയാണ്. ഏകദേശം 4000-ന് മുകളിലാണ് ഭൂരിപക്ഷം. കഴക്കൂട്ടൊന്നൊരു വിക്ടറി ഒന്നും അല്ല. അപ്പം കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷൻ എടുത്തു നോക്ക്, അതിൻ്റെ എത്ര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ശരിക്കുള്ള വിക്ടറിയിലോട്ട് വന്നു. അപ്പം അതൊന്നും ഓർക്കുന്നത്, അത് കാരണം ബ്ലണ്ടർ എന്ന് പറയുന്നത് പിണറായി വിജയനെ, CPM-നെ എതിർത്തുകൊണ്ടുള്ള രാഷ്ട്രീയമായിരുന്നു 2026 കേരളത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതിനകത്ത് ഇതേപോലെ മാച്ച് ഫിക്സിങ് സംഭവം ഉണ്ടായി. അതതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നിയമത്തൊക്കെ എന്തോ ജയമാണ് ഉണ്ടായത്. ജയിക്കുമ്പോൾ കൺവിൻസിങ് ആയിട്ടാണ് ജയിക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. നമ്മൾ ചില ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് കേരളത്തിലെ പോളറൈസേഷൻ, അതായത് ഈഴവ സംഘടനയുടെ വെള്ളാപ്പള്ളി, ഈ പറയുന്ന NSSൻ്റെ സുകുമാരൻ നായരും ഓപ്പണായിട്ടല്ലേ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ സമുദായത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും പിണറായി വിജയനെ തോൽപ്പിക്കാനാണ് മുന്നിൽ നിന്നത്. അതാണ് ആ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. അവർ കാണിച്ചത് ഭൂലോക ബ്ലണ്ടർ. ഈ വെള്ളാപ്പള്ളിയുടെ അയാൾ ആരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ജയിച്ചിട്ടുണ്ട്. അതാണ് പഴയ ചരിത്രം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വരെ നിങ്ങൾ എടുത്തു നോക്ക്, ഈ UDF-നും കോൺഗ്രസിനും ഇത്രയും സീറ്റ് കിട്ടിയിട്ടുണ്ടോ? ആ രീതിയിലോട്ട് ചരിത്ര വിജയമാണ് പോയേക്കുന്നത്. ഭൂരിപക്ഷം എടുത്തു നോക്ക്, പല ആൾക്കാരുടെയും അതിഭയങ്കരമായ ഭൂരിപക്ഷത്തിലോട്ടാണ് പോയത്. ഇതിൻ്റെ കാരണം പിണറായി വിജയനോട് പൂർണ്ണമായിട്ട് എതിർപ്പായി. അയാളുടെ പോലീസിങ്, അയാളുടെ സെക്യൂരിറ്റി, അയാളുടെ അമേരിക്കൻ ടൂറ്, മക്കളോടുള്ള പ്രേമം, അതേപോലെ ധാർഷ്ട്യത്തോടുള്ള പെരുമാറ്റം,
കണ്ണൂർ എന്നൊക്കെ പറയുന്ന CPM-ൻ്റെ കോട്ടയാണ്. ഞാൻ ഈ കണ്ണൂർ ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ CPM തോൽക്കുക, വളരെ വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുക. തളിപ്പറമ്പ്, ആന്തൂർ ശ്യാമള, ആന്തൂർ മുനിസിപ്പാലിറ്റി പോലും ആ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ഒരു കാൻഡിഡേറ്റ് തയ്യാറല്ല. അവിടെയൊക്കെയാണ് ഈ TK ഗോവിന്ദൻ, CPM-ൻ്റെ റിബൽ, കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പിന്തുണയോട് എന്തോ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. പയ്യന്നൂര്, അങ്ങനെ പല കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുക. ഇതാണ് വിക്ടറി എന്ന് പറയുന്നത്. അട്ടിച്ച് നാശമാക്കി. അതായത് പിണറായി വിജയൻ ഈ തോൽവിയോടുകൂടി അയാൾ പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറണം. അയാൾ പക്ക പരാജയമായിരുന്നു. മുഴുവനും കള്ളത്തരങ്ങളും കപടതകളും പാർട്ടിക്കാരെ കൊണ്ട്, സൈബർ ആൾക്കാരെ കൊണ്ട് വെറുതെ ഉണ്ടാക്കിയ PR ആണ് മുഴുവനും. അതിൻ്റെ പ്രതിഫലനമാണ് ഇലക്ഷനിൽ കണ്ടത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പാർട്ടി പ്രവർത്തനം, സൈബർ പ്രവർത്തനം, PR പ്രവർത്തനം നടത്തിയാലും എൻഡ് ഓഫ് ദി ഡേ ജനങ്ങൾ തീരുമാനിക്കും. ഉള്ള പാർട്ടിക്കാർ ഉൾപ്പെടെ ആലോചിച്ച് നോക്കുക. CPM-ൻ്റെ ആൾക്കാർ വരെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പല BJP-യുടെയും. നിങ്ങളിനി വോട്ടിംഗ് ഷെയർ വരുമ്പോഴേ അതിൻ്റെ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. BJP-യുടെ പോലും പാർട്ടി അനുഭാവികളും പ്രവർത്തകരും UDF-ന് വോട്ട് ചെയ്തിരിക്കുക. കാരണം ഒറ്റ അജണ്ടയേ ഉള്ളൂ കേരളത്തിൽ, CPM-നെയും പിണറായിയെയും തോൽപ്പിക്കുക. ആ അജണ്ടയുടെ പേരിൽ അവർ അതുകൊണ്ടാണ് ഇത്രമാത്രം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത്. SIR ഒക്കെ കഴിഞ്ഞ് ഇത്രയും വോട്ടിംഗ് പെർസെൻറ്റേജ് ആൾക്കാർ ഇത്രയും ഈ ചൂടത്ത് പോയി വോട്ട് ചെയ്തു. എന്താ അതിൻ്റെ കാരണം? അതായത് പിണറായി വിജയൻ്റെ കപടതയും കള്ളത്തരവും, അയാളുടെ കുടുംബ ബന്ധം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു വിദേശ ടൂറ്, ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു അമേരിക്കൻ ടൂറ്, അല്ലെങ്കിൽ ഒരു മലേഷ്യൻ ടൂറ്, യൂറോപ്യൻ ടൂറ്. കേരളത്തിൻ്റെ ഇതേപോലെ ചരിത്രത്തിൽ ഇതേപോലെ വൃത്തികെട്ട ഒരുത്തൻ പിണറായി വിജയനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിട്ടില്ല. ആദ്യത്തെ ടൈം നല്ലതായിരുന്നു, പിന്നീട് ഇയാൾക്ക് അഹങ്കാരം അങ്ങ് കയറി. ഈ അഹങ്കാരം കയറി പല ആൾക്കാരും അറിയാൻ, ബന്ധുക്കളാണെങ്കിലും പല സുഹൃത്തുക്കളും വീട്ടിൽ പോകുമ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിണറായി വിജയൻ വരുമ്പോൾ ഓഫാക്കാൻ തുടങ്ങി. അത്ര വെറുപ്പായി. ആ വെറുപ്പെല്ലാം കൂടെ വോട്ടിൽ പിണറായി വിജയനെതിരെ ഉണ്ടായി. അത് കേരളത്തിലെ ബേസിക്കലി മലയാളികൾ അങ്ങ് തീരുമാനിച്ചു പിണറായി വിജയനെ തോൽപ്പിക്കുക. അതിൻ്റെ പേരിലാണ് ഈ സംഭവം. അല്ലാതെ കോൺഗ്രസിൻ്റെ വർക്ക് സ്പിരിറ്റ് കൊണ്ടും ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ, അതേപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ. എന്തുകൊണ്ടാണ് ഞാൻ BJP-യുടെ കാര്യം പറഞ്ഞത്? അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ 20% അടുപ്പിച്ച് വോട്ട് കിട്ടി. ഇപ്പോൾ തൃശ്ശൂർ തന്നെ എടുക്കുക. ഈ പത്മജയൊക്കെ 3-ാം സ്ഥാനത്ത് പോയി. എവിടെ പോയി? ഈ PC ജോർജ് 3-ാം സ്ഥാനത്ത് പോയി. അപ്പനും മോനും അടുത്ത പ്രാവശ്യം ഒരുമിച്ച് നിയമസഭയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അതായത് PC ജോർജ് എന്ന് പറയുന്നയാൾ BJP-ക്ക് ലൈബിലിറ്റിയായി. അവരും അതിൻ്റെ പേരിൽ അയാളോട് ഈ പറയുന്ന BJP-യുടെ താല്പര്യമുള്ളവർ പോലും PC ജോർജിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് UDF-ന് വോട്ട് ചെയ്ത്. ഇതുണ്ടായത്. അതായത് കേരളത്തിൻ്റെ മധ്യ തിരുവിതാംകൂറിൻ്റെ ആ പ്രദേശം മുഴുവനും അവിടെ ഭയങ്കരമായിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ലയിലൊക്കെ തൂത്തടിച്ചല്ലിയ CPM-ൻ്റെ വിടുതീർന്നു പോയത്. അത് ജനങ്ങളങ്ങ് തീരുമാനിച്ച് ഇവന്മാരെ അങ്ങ് തോൽപ്പിക്കുക. ഇതാണ് ഇത് അവിടെ മലയാളികളോട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, അവിടെ കേരളത്തിലുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ കൃത്യമായിട്ടാണ് വോട്ട് ചെയ്ത് പിണറായി വിജയനെ തോൽപ്പിക്കുക. അതിനകത്ത് ഈ പറയുന്ന ട്രയാങ്കുലർ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ആ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോഴറിയാം. ചെറിയ രീതിയിലുണ്ടായിട്ട് ചില A ക്ലാസ് മണ്ഡലം, B ക്ലാസ്, ആ കുന്തമൊന്നുമില്ല. ആൾക്കാർ ഒരു തരംഗം അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൂരെ പോകും. ആ തരംഗത്തിലാണ് ഇത് മുഴുവനും പോയിരിക്കുന്നത്. BJP-ക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അവസാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടില്ലെങ്കിൽ BJP-ക്ക് കേരളത്തിൽ പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയ സത്യമാണ്. പക്ഷേ അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വെറുപ്പിച്ചു. അതാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ, ഇപ്പോഴത്തെ ഇലക്ഷൻ നമ്മൾ ഈ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയാം. ഏതായാലും പിണറായി വിജയൻ പോയി കിട്ടുക എന്നുള്ളത് എല്ലാ മലയാളികളുടെ ആവശ്യമായിരുന്നു. അതവർ വോട്ടിങ്ങിൽ കൂടെ നിറവേറ്റി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ ചില പ്രഡിക്ഷൻസ് കറക്റ്റായിട്ട് വന്നു. അതായത് പിണറായി വിജയൻ നയിക്കുന്ന LDF എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ നിന്നും പതനം പറ്റി നാശമായി
പിണറായി വിജയൻ റിട്ടയർമെൻ്റ് എടുത്ത് എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണ് അയാളുടെ ലൈഫിനും ഏറ്റവും നല്ലത്.